ഹലോ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു യൂസാണ് പറയുന്നത്. ഓക്കെ, പാസ്റ്റിൽ രണ്ട് ക്രിയകളിൽ ഒരു ക്രിയയ്ക്ക് മുൻപ് മറ്റൊരു ക്രിയ സംഭവിച്ചു കഴിഞ്ഞാൽ, പാസ്റ്റിൽ രണ്ട് ക്രിയകളിൽ ഒരു ക്രിയയ്ക്ക് മുൻപ് മറ്റൊരു ക്രിയ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3യിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ് നമ്മൾ എഴുതാം. എക്സാമ്പിൾ നോക്കാം. വെൻ ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. നോക്കി, ഇവിടെ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, ട്രെയിൻ പോയി എന്നുള്ളതാണ് ആദ്യം നടന്നത്. അതുകൊണ്ട് അത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്, ഓക്കെ, അത് സിമ്പിൾ പാസ്റ്റിലും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും. ഓക്കെ, ഒരു എക്സാമ്പിളോടെ നോക്കാം. ബിഫോർ ദ ഡോക്ടർ കെയിം ദ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് ഹാഡ് ഡൈഡ്. ഓക്കെ, അതാണ് ഫസ്റ്റ് നടന്നത്. സെക്കൻഡ് ആണ് ദ ഡോക്ടർ കെയിം. അപ്പോൾ ഫസ്റ്റ് നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും. ഓക്കെ, ഫസ്റ്റ് നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ്, സെക്കൻഡ് നടന്നത് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, വെൻ രാജു റീച്ച്ഡ് ദ സ്കൂൾ ദ ക്ലാസ് ഹാഡ് സ്റ്റാർട്ടഡ്. ഓക്കെ, ദ ക്ലാസ് ഹാഡ് സ്റ്റാർട്ടഡ്, അതാണ് നമ്മുടെ ഫസ്റ്റ് നടന്നത്. സെക്കൻഡ് ആണ് രാജു റീച്ച്ഡ് ദ സ്കൂൾ. അപ്പോൾ ഫസ്റ്റ് നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും സെക്കൻഡ് നടന്നത് സിമ്പിൾ പാസ്റ്റിലും. ഓക്കെ, ഒരു എക്സാമ്പിളോടെ നോക്കാം. ദ തീഫ് ഹാഡ് എസ്കേപ്പ് ബിഫോർ ദ പോലീസ് അറസ്റ്റഡ്. ഓക്കെ, അവിടെ തീഫ് ഹാഡ് എസ്കേപ്പ്, അതാണ് ഫസ്റ്റ് നടന്നത്. അതിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പാസ്റ്റിൽ രണ്ട് ക്രിയകളിൽ ഒരു ക്രിയയ്ക്ക് മുൻപ് മറ്റൊരു ക്രിയ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും. ഓക്കെ.